സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മകരവിളക്ക് കണ്ടു വണങ്ങാൻ അയ്യപ്പ ഭക്തർ പർണശാലകൾ തീർത്ത് കാത്തിരിപ്പ് തുടങ്ങി. സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പ വിഗ്രഹം കണ്ടു തൊഴാനും മകരവിളക്ക് ദർശനത്തിനുമായി നിരവധി ഭക്തരാണ് പമ്പയിലും സന്നിധാനത്തുമായി കാത്തിരിക്കുന്നത്. സന്നിധാനത്തെ പാണ്ടിത്താവളത്തിലും പമ്പ ഹിൽ ടോപ്പിലുമെല്ലാം പർണശാലകൾ തീർത്ത് കാത്തിരിപ്പ് തുടങ്ങി. മകരവിളക്ക് ദിവസത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ഞായറാഴ്ച രാവിലെ 3 മണി മുതൽ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തീർത്ഥാടകർ സന്നിധാനം വിടുന്നതുവരെ നിയന്ത്രണം തുടരും. ഇടുക്കി ജില്ലയിലെ പുല്ലുമേട്ടിൽ ഇത്തവണ മകരവിളക്ക് ദർശനത്തിന് തിരക്ക് കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. തീർത്ഥാടകർ തങ്ങുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്ക് ദിവസം പമ്പയിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ജനുവരി 19 വരെയാണ് അയ്യപ്പ ദർശനം. 20-ന് മകരവിളക്ക് ഉത്സവം കഴിഞ്ഞ് നടയടയ്ക്കും. കേരള വിഷൻ ന്യൂസ്, ശബരിമല സന്നിധാനം.